ഇവിടെ സ്മൃതി, ഞാനിങ്ങനെ ഈ പിന്നെ CPM-ന്റെ പ്രതിനിധിയായ VK സനോജിന്റെ വാദങ്ങളും വാക്കുകളും ഒക്കെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം ഒരു DYFIയുടെ നേതാവാണ്. എത്രമാത്രം അസഹിഷ്ണുതയോടുകൂടിയും എത്രമാത്രം ക്രുദ്ധമായിട്ടാണ് ഇവരൊക്കെ ഈ വിമർശനങ്ങളെയും ചോദ്യങ്ങളെയൊക്കെ നേരിടുന്നത് എന്ന് ഓർത്തിട്ട്, ഇവരൊക്കെ നാളുകളിൽ ഈ പാർട്ടിയുടെ നേതാക്കളായി മാറേണ്ടവരാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് വലിയ ഖേദമുണ്ട്. കാരണം നമ്മള് ഇത്തരം സംഭവങ്ങളിലൊക്കെ ഒരു ചോദ്യത്തിന് മുന്നിൽ പോലും ഇവരൊക്കെ ഇത്രമാത്രം അസഹിഷ്ണുവാവുകയാണ്, ഇത്രമാത്രം ഒരു ഭീഷണി മുഴക്കുകയാണ്. നമ്മളിവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാല്, പേരും അവരുടെ പരിവാരങ്ങളും MLA ഒക്കെ ഭർത്താവും ഒക്കെ ചേർന്ന് റോഡിൽ സീബ്ര ലൈനിൽ കുറുകെ പോയിട്ട് വണ്ടി തടഞ്ഞ് ആ ബസ്സിനകത്തേക്ക് കയറുകയും കയറുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതൊക്കെ ഒരു അധികാര പ്രമത്തതയുടെ, ധിക്കാരത്തിന്റെ, താൻപോരിമയുടെ, അഹംഭാവത്തിന്റെ ഏറ്റവും പ്രകടമായ സൂചനകളാണ്. ഇതൊക്കെ CPM എന്ന പാർട്ടിയുടെ 30-40 കൊല്ലം മുമ്പത്തെ പശ്ചാത്തലമൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എതിർ പാർട്ടികളെ വിമർശിക്കാൻ ഉപയോഗിച്ച സ്വഭാവ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ പെരുമാറ്റ മര്യാദ ലംഘനങ്ങളോ ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും വലിയ വക്താക്കളായിട്ട് അതിന്റെ പുതിയ തലമുറ ആളുകൾ ഇത്തരത്തിലൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ ആ പാർട്ടിയെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അസ്തമിക്കുകയാണ്. പിന്നെ KSRTC ബസ്സിനകത്ത് അത്തരത്തിലുള്ള CCTV-യും പിന്നെ ദൃശ്യങ്ങളൊക്കെ തിരിച്ച് റിട്രൈവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വലിയ നാണക്കേടാണ്. ഇനി പ്രത്യേകിച്ച് ഈ സംഭവത്തില് ഈ MLA ബസ്സിനകത്തേക്ക് കയറിയിട്ട് യാത്ര ഇവിടെ അവസാനിച്ചു, എല്ലാവരും ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് നമ്മൾ കേട്ടത്. നമ്മളിപ്പോ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ബസ് കയറിയ ആളുകളോടൊക്കെ നിങ്ങളുടെ യാത്ര അവസാനിച്ചു എന്ന് പറയാൻ ഈ MLA ആരാ? ഇയാളാരാ? സർസിപിയുടെ കൊച്ചുമോനാണോ ഇയാള്? ഇങ്ങനെയൊക്കെ അതിക്രമിച്ച് ബസ് കയറിയിട്ട് അട്ടഹാസം മുഴക്കാൻ. അപ്പൊ ഇവരുടെയൊക്കെ വികലമായ രാഷ്ട്രീയ ബോധവും ഇവരുടെയൊക്കെ ചിന്തകളുമാണ്, ജനാധിപത്യ ബോധമില്ലായ്മയാണ് ഇവരെ കൊണ്ടൊക്കെ ഇത്തരത്തിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് കേരളം നേരിടുന്ന ഈ തുടർഭരണ കെടുതികൾ എന്നുള്ളത്. ഇവിടുത്തെ യുവാക്കളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഒക്കെയാണ് ഇങ്ങനെയുള്ള പെരുമാറ്റ ദൂഷ്യങ്ങളുടെ പേരിൽ രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള ഒരു രാഷ്ട്രീയ ആയുധം എന്നതിന്റെ അപ്പുറത്ത് ഇതൊരു ജനാധിപത്യ ബോധത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ ഇടയിലുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ സംസ്കൃതമായ ഒരു തലത്തിന്റെ വലിയ തോതിലുള്ള ശോഷണമാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സനോജ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. MLA മേയർ എന്നുള്ളത് മാറ്റിവെക്കാം. ഈ തരത്തിൽ മോശമായി പെരുമാറിയ ഒരാളോട്, അത് ഡ്രൈവർ ആയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സ്വന്തം അനുഭവത്തിൽ പെരുമാറുക? നമ്മുടെ വീട്ടിലെ സ്ത്രീകളോടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ആ ചോദ്യത്തിനകത്ത് ഞാൻ സമ്പൂർണ്ണമായിട്ട് ആ ചോദ്യത്തെ തള്ളിക്കളയാൻ ഞാൻ ആളല്ല. കാരണം നമ്മുടെ റോഡുകളിലൊക്കെ ഇത്തരത്തിലുള്ള അശ്ലീലാംഗ്യങ്ങളും ദൃശ്യങ്ങളും പിന്നെ അംഗവിക്ഷേപങ്ങളും ഒക്കെ കാണിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അതിനെ തള്ളിക്കളയുകയല്ല. പക്ഷേ അത്തരമൊരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർ ഉയർത്തുന്ന ഒരു ആരോപണമാവാനും ഇടയുണ്ട്. കാരണം ഇവരെല്ലാ കാലത്തും ഇവർക്കെതിരായി തിരിഞ്ഞ ആളുകളെ, ഇവർ നടത്തിയ കൊലപാതകങ്ങളിൽ പോലും കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഭാര്യമാരെ, ആത്മഹത്യ ചെയ്യപ്പെട്ട ആളുകളുടെ ഭാര്യമാരെയൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള അങ്ങേയറ്റത്തെ പെരുമാറ്റ ദൂഷ്യമൊക്കെ ആരോപിച്ച് മുന്നോട്ട് പോയ ഒരു പാരമ്പര്യമുള്ള ആളുകളാണ് അത്തരക്കാര്. ഒരു KSRTC ഡ്രൈവർ, അദ്ദേഹം പുരുഷനാണ്, യുവാവാണ്, അയാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം സ്വാഭാവികമായിട്ട് അയാളുടെ മേലേൽക്കുന്ന ഒരു ആരോപണം ഇങ്ങനെ ഉന്നയിക്കും. അതിനകത്ത് മറ്റ് ഇവരുടെ രീതിശാസ്ത്രങ്ങൾ വെച്ച് അവരങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിൽ പൊതുസമൂഹം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ കുരുക്കിലകപ്പെടുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള പ്രതിരോധ മാർഗമായിട്ട് നടക്കാനിടയുണ്ട് എന്ന് സമൂഹത്തിന് പെട്ടെന്ന് ബോധ്യം വരുന്ന ഒരു കാര്യം അവർ ഉന്നയിക്കുന്നു. CPM ആണ് ഉന്നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതിന്റെ നേതാക്കളാണ് ഉന്നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവർക്ക് അതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാൻ ഇവർക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ മേയറുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഇതൊന്നും പ്രൂവ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ല. ബസ്സിനകത്ത് പോലും ദൃശ്യങ്ങൾ നമുക്ക് പുനരാവിഷ്കരിക്കാനുള്ള മാർഗങ്ങളില്ല. റോഡിനകത്തുള്ള ക്യാമറകൾ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടോ ഇദ്ദേഹത്തിന്റെ ആംഗ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളതായിട്ടോ നമുക്ക് ബോധ്യമാകുന്ന വല്ലതും കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവരട്ടെ. നമ്മുടെ മുമ്പിലുള്ളത് പരസ്യമായിട്ട് സീബ്ര ലൈനിൽ വട്ടം കയറി നിൽക്കുന്ന കാർ
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.